ഇവനും ഭാര്യയും മക്കളും ഈ കക്ഷിക്കില്ലെങ്കിൽ എൻ്റെ മകൾ വീടുകട ആയതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. അതിൽ ഒരു തർക്കമില്ല. കാരണം നല്ല രീതിയിൽ പിന്നെ പോറ്റാൻ കഴിയുന്നില്ലൊരു ഉറപ്പ് നമുക്ക് കിട്ടുകയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇതിപ്പോൾ മറ്റൊരു ശാവാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഈ നിലവിലുള്ള ഭാര്യയും മക്കളും ശാവാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതല്ലാണ്ട് നമ്മൾ ഇതിന് തയ്യാറാവട്ടെ. ഇപ്പോഴും നിങ്ങളിപ്പോൾ ഇനി നേരിട്ട് സംസാരിച്ചാൽ തന്നെ മനസ്സിലാവും. ഒറ്റ കാര്യം, ഈ റഷീദ് പിന്നെ ചികിത്സ അത് മാത്രം, വേറെ ഒരു വർത്താനം. അഥവാ ഇതിൽ പറഞ്ഞാൽ ഞങ്ങളെ ഞാനിപ്പോൾ പിന്നെ ആദ്യം എന്നെ അടക്കം ചീത്ത പറഞ്ഞു. അത് പിന്നെ ഞാൻ എൻ്റെ മകൾ പ്രശ്നമല്ല, അവളല്ല അത് പറയുന്നത് എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വളരെ കൂളായിട്ട് കേൾക്കുകയും ഇപ്പോൾ ഞാൻ മോളുമായിട്ട് അങ്ങനെ സംസാരമില്ല. റൂമിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, നല്ല നല്ല ഭക്ഷണ സാധനങ്ങളാണ് കൊണ്ടുപോകും. എന്താ വെച്ചാൽ ശരീരത്തിന് വേറൊരു തകരാറ് വന്നുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നല്ല സാധനങ്ങളാണ് ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഭക്ഷണം നല്ല കഴിക്കും. ഇപ്പോൾ വീട്ടിലുണ്ട്. കൂടെ ഇപ്പോൾ ഞാൻ പിന്നെ ഹോം നേഴ്സ് ഉണ്ട്. ഹോം നേഴ്സ് ഇല്ലാതില്ല ദിവസമില്ല. ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ പിന്നെ ഇന്നലെ എന്താ കുഞ്ഞിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പട്ടനെ പോണ്ടി വന്നു എന്തായാലും. അപ്പോൾ ഇന്നലെ ഇല്ല, ഉച്ചവരെ ഉണ്ടായി. അല്ല, ഈ എനിക്കുള്ള സംശയം, ഇവർ നമ്മൾ ബാത്റൂമിൽ, അതാണ് ഞാൻ ബാത്റൂമിൻ്റെ സൈഡാണ് അതിൽ കണ്ടത്. ഈ പിന്നെ എന്താ അതിനെ പറയല്, മുദ്രയിക്കുന്നതിൻ്റെ പാമ്പസ് ഒരു ദിവസം 12 പാമ്പസ് വരുന്നു. ഇത് നല്ലോണം വെള്ളം കഴിക്കും. 12 പാമ്പസാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മളതങ്ങനെ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ബൾക്കായിട്ട് മേടിക്കുന്നതുകൊണ്ട് കുറച്ച് പൈസ കൂടുതൽ. ഞാൻ ഒരിക്കൽ മേടിക്കുമ്പോൾ 45ൻ്റെ ബണ്ടലാണ്. അങ്ങനത്തെ 2 ബണ്ടലും കാര്യങ്ങളെല്ലാം മേടിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ അവളെ പൈസ എല്ലാം തോപ്പിച്ചതാണ് പറഞ്ഞത്. അത് ഉദ്ദേശിക്കുന്നത് ഏതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 52 ലക്ഷം ഉറുപ്പിയോളം എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി. എൻ്റെ കയ്യിൽ അത്രയൊന്നും ഇല്ല. ഞാൻ ബിൽഡിംഗ് കെട്ടി താക്കോൽ കൊടുക്കലായിരുന്നു തൊഴിലുണ്ടായത്. അത് ഞാൻ ആരോഗ്യപരമായിട്ട് പ്രശ്നമില്ലതുകൊണ്ട് ഞാൻ ആ തൊഴിൽ നിർത്തി ഒരു കുറച്ച് ഇതിലാണ്ട് ജീവിക്കുക. 2 ആൾ ഷിപ്പിലുണ്ടല്ലോ. അപ്പോൾ അവരും ചിലവിന് പൈസ തരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളേതായാലും എൻ്റെ പണി വേണ്ട എന്നുള്ള രീതിയിൽ മതിയാക്കി നമ്മൾക്കാണ് ഇങ്ങനെയുള്ളൊരു അപകടം നമ്മൾ തേടിയെത്തിയത്. അപ്പോൾ അതിൽ ഞാൻ സാമ്പത്തികമായിട്ട് വിഷമത്തിലാണ് ഉള്ളത്. ഈ 52 ലക്ഷം ഉറുപ്പ്യ തന്നെ ഒരു കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയെല്ലാം അടുത്ത സുഹൃത്തുക്കൾ തന്നതാണ്. പിന്നെ മക്കളോടും കുറച്ച് മേടിച്ചിരുന്നു. അത് കടായിട്ട് മേടിച്ചാണ്, നേരെ പറഞ്ഞിന്. കാരണം കടായിട്ട് തന്നാൽ മതി തരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന കൂടാതെ വേറൊരു 20 സെൻറ്റ് സ്ഥലമുണ്ട്. അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇത് നല്ല രീതിയിൽ നടത്തണം എന്നുള്ള രീതിയിൽ തന്നെ എൻ്റെ മകളെ എങ്ങനെയെല്ലാം എവിടെയെല്ലാം ചികിത്സ നടത്താൻ പറ്റുമെങ്കിൽ ഇനി ഞാൻ നിങ്ങളിപ്പോൾ ഈ പത്രക്കാരില്ലയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന വീടും പുറമെ കൂടി വിറ്റിലും കൂടി എൻ്റെ മകളെ ശുശ്രൂഷിക്കാൻ തയ്യാറാണ്. എവിടെ അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് മംഗലാരം കരുണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളൊരു അടുത്ത പിന്നെ സുഹൃത്ത് എന്ന രീതിയിൽ അമേരിക്കയിൽ ഇപ്പോൾ പിന്നെ എല്ലാം അയച്ചു കൊടുക്കാമല്ലോ റിപ്പോർട്ട്, ഈശ്വരകൃത്യയുടെ റിപ്പോർട്ടെല്ലാം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞതിന് ഒന്നിക്കിൽ പിന്നെ ഉറപ്പ് തരണം. ഒന്ന് പിന്നെ ചികിത്സ നടത്തിച്ച് തരാമെന്നില്ല ഉറപ്പ്. മറ്റൊന്ന് എത്രയാണ് കാശാവുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ ഇടയ്ക്ക് അതെ അല്ലല്ല കാരണം ഒരു കപ്പലുകാരൻ അയാൾ ഞാൻ അടുത്ത സുഹൃത്താണ്. ഈ പിന്നെ നമ്മളവിടെ ഓപ്പറേഷൻ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് അപ്പം തന്നെ അടുത്ത റിപ്പോർട്ട് കിട്ടി. പിന്നെ അന്വേഷിച്ചിട്ടാണ് പറഞ്ഞത് നമുക്ക് ഉറപ്പ് തരാൻ കഴിയില്ല, നിങ്ങൾ കൊണ്ടുപോവാ. കാരണം ഞാൻ പറഞ്ഞപ്പോൾ കാസർഗോഡ് പോകുന്ന കാര്യമല്ലല്ലോ അമേരിക്കയ്ക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഉറപ്പ് കിട്ടിയാൽ ഞാൻ ഇനിയും ആരെങ്കിലും ചികിത്സ ഉറപ്പ് തരണം. കാശും ആദ്യം തന്നെ പറഞ്ഞാൽ ഞാൻ ഇനിയും കൂടി പിന്നെ ചികിത്സിക്കാൻ തയ്യാറാണ്. 4 മാസം ടോട്ടൽ. 2 മാസമാണ്. ഇപ്പോൾ എത്ര വർഷം? 4 വർഷം. ഈ 4 മാസത്തിൽ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഉച്ചക്ക് കൊണ്ടുപോകും. 1.5 മണിക്കൂർ കോട്ടുകുളം ഉദുമയിൽ തുടങ്ങി പിന്നെ 1.5 മണിക്കൂർ നേരം അതുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി വരും. പിന്നെ ഹൈക്കോടതിയിൽ അതിന് ഹൈക്കോടതിയിൽ ഒരു റിട്ട് എന്തിൻ്റെ പേര് അർജുൻ എന്ന് പറഞ്ഞ ആള് പിന്നെ അർജുൻ ഇവൻ്റെ ഫ്രണ്ട് ഒപ്പരം നടക്കുന്നത്
അപ്പോൾ ഇവർക്ക് പരിചയം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇല്ല. ഇവിടെ 2 മാസം അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയല്ലോ, ആ പരിചയം മാത്രമാണ് ഈ കക്ഷിക്കുള്ളത്, അല്ലാണ്ടില്ല മറ്റേ ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അർജുൻ കേസ് കൊടുത്തിട്ട് പിന്നെ വന്നതിന് ശേഷം നമ്മൾ ഉടനെ ഏവിയസ് കോർപ്പറേഷൻ ഹർജി കൊടുത്തവർ നമുക്ക് പിന്നെ കോടതിയിൽ നിന്ന് ആൾ വന്ന് നമ്മൾക്ക് അതിൻ്റെ ഇത് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സമയത്തിന് നമ്മൾ ഇവിടുന്ന് പോവുകയും ചെയ്തു. പോയിട്ട് നമ്മൾ എല്ലാ റിപ്പോർട്ടും കൊണ്ടുപോയിരുന്നു. നമ്മൾ ഈ ആസ്പത്രിയിൽ ചികിത്സ നടത്തി എല്ലാ റിപ്പോർട്ടും വക്കീൽ മുഖാന്തരം ഹാജരാക്കിയിരുന്നു.